ഇനി ഉയർന്ന പെൻഷൻ അനുവദിച്ചു. 2022 വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം, എനിക്കറിയാം. 2022 സുപ്രീം കോടതി വിധി അനുസരിച്ച് ഹയർ പെൻഷൻ അംഗീകരിച്ചു. ഇപ്പോൾ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ചെയ്തുകൊണ്ടിരിക്കുന്നത് 2022 സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന ഉയർന്ന പെൻഷൻ പോലും വെട്ടിക്കുറയ്ക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോ റേറ്റ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമ്പ്രദായം ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ പെൻഷന് രണ്ടായി തിരിച്ച് 1/9/2014 ലഭിക്കുമായിരുന്ന പെൻഷൻ ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ലഭിക്കുമായിരുന്ന പെൻഷൻ രണ്ടായി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഇപ്പോൾ പ്രോ റേറ്റ എന്ന നിലയിൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25% മുതൽ 35% വരെ പത്രജീവനക്കാരുൾപ്പെടെ മാധ്യമപ്രവർത്തകരുൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഏതാണ്ട് 25 മുതൽ 35% വരെ പ്രോ റേറ്റ പെൻഷൻ സമ്പ്രദായം നിലവിൽ വരുമ്പോൾ വെട്ടിക്കുറയ്ക്കപ്പെടും, കുറയും. അത് ഈ പുതിയ സ്കീമിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എംപ്ലോയീസ് പെൻഷൻ സ്കീം 2026 പ്രോ റേറ്റ പെൻഷൻ കാൽക്കുലേഷൻ പുതിയ സ്കീമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പെൻഷൻ സ്കീം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ കൃത്യമായ വ്യക്തമായിട്ടുള്ള വിധിന്യായമുണ്ട്. ആ വിധിയിന്മേൽ അപ്പീലില്ല, അപ്പീലിന്മേൽ ഉത്തരവില്ല. അപ്പീലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അതിന്മേൽ ഉത്തരവില്ല. അപ്പോൾ അങ്ങനെ പ്രോറേറ്റ തരത്തിൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നിയമവിരുദ്ധമാണെന്നും സ്കീമിലും ആക്റ്റിലും പറയാത്തതാണെന്നും കൃത്യമായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ വിധി പ്രഖ്യാപിച്ചിട്ടും അത് നടപ്പാക്കാൻ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO കൂട്ടാക്കുന്നില്ല. ഒന്ന്. ഈ രണ്ട് എക്സംപ്റ്റഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുമുണ്ട്, നോൺ എക്സംപ്റ്റഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി PF ട്രസ്റ്റുള്ള വ്യാവസായിക സ്ഥാപനങ്ങളുമുണ്ട്, PF ഓർഗനൈസേഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുമുണ്ട്. അതിൽ സ്വന്തമായി ട്രസ്റ്റുള്ള സ്ഥാപനങ്ങളെ, വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർന്ന പെൻഷൻ ലഭിക്കുന്നതിന് അനുരോധമായ നിലയിൽ അവരുടെ ബയലാ ഭേദഗതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ വ്യവസായ സ്ഥാപനത്തിലെയും തൊഴിൽ സ്ഥാപനത്തിലെയും തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഉയർന്ന പെൻഷൻ ഇപ്പം നിഷേധിക്കുകയാണ്. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനാണ് എടുത്തു കളയുന്നത്. അതും ഞാൻ പറഞ്ഞ ഈ എംപ്ലോയീസ് പെൻഷൻ സ്കീം 2026 പുതിയ സ്കീമിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഈ അവസരത്തിൽ പോകുന്ന നിരവധി കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി റദ്ദ് ചെയ്യുകയും പരിമിതപ്പെടുത്തുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല 10,000 രൂപയ്ക്ക് മുകളിൽ ഒരാൾ സർവീസിൽ പ്രവേശിക്കുമ്പോൾ 15,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ അംഗമാകാനേ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ PF പെൻഷൻ സ്കീം ഇല്ല എന്നർത്ഥം. തേർഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായി ലഭിക്കേണ്ടുന്ന പെൻഷൻ PFും ഗ്രാറ്റുവിറ്റിയും കൂടാതെ മൂന്നാമത്തെ റിട്ടയർമെൻറ്റ് ആനുകൂല്യമായി ലഭിക്കേണ്ടുന്ന പെൻഷൻ എന്നേക്കുമായി ഇല്ലാതാകുന്ന നിലയിലാണ് 2014 ശേഷം സർവീസിൽ പ്രവേശിക്കുന്ന ഒരു തൊഴിലാളിക്ക്, ഒരു ജീവനക്കാരന് ശമ്പളം പ്രതിമാസം 10,000-ന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കീമിൽ അംഗമാകാനേ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യവസ്ഥകളോടുകൂടി അതുപോലെ യാതൊരു തരത്തിലുള്ള കാലോചിതമായ പരിഷ്കാരവും പെൻഷൻ്റെ കാര്യത്തിലില്ല.